ഫേമസ് മുഹമ്മദ് ഖാ സർബത്ത് അതും തേടിയുള്ള യാത്രയായിരുന്നു ഇന്നത്തേത്. കൂടെ നമ്മളുടെ ജുമാ മസ്ജിദ് ഒന്ന് എക്സ്പ്ലോറും ചെയ്യാം. ഹാജി മുഹമ്മദ് ഹുസൈലിൻ്റെ ചിക്കൻ ഫ്രൈ ആയിരുന്നു ആദ്യത്തെ ഐറ്റം. ഓഫ്, ഇതിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പറ, എങ്ങനെയുണ്ട് സാധനം? ഇതിവിടുത്തെ സ്ഥിരം കാഴ്ചയാണേ. ഹൈജീൻ എന്താണെന്ന് ഡിക്ഷണറി പോലും ഇല്ല ഇവിടെയുള്ളവർക്ക്. അതുമാത്രമല്ല, വല്ലാതെ ഹെൽത്ത് കോൺഷ്യസ് ആയവരൊന്ന് ഇങ്ങോട്ടേക്ക് വരണ്ട കേട്ടോ. കാരണം ഈ വറുത്ത് കോരുന്ന ചിക്കനെല്ലാം ആ എണ്ണ ഒന്ന് നോക്കിയാൽ അറിയാം എത്ര അധികം ഹെൽത്തി ആയിട്ടുള്ളതാണെന്ന്. റീൽസിൽ മാത്രം കണ്ടിട്ടുള്ള ബട്ടർ ചിക്കൻ കഴിക്കലായിരുന്നു അടുത്ത ലക്ഷ്യം. ബട്ടർ നല്ല ക്രീമി ആയിട്ട് മുങ്ങിക്കിടക്കുന്ന ഈ ചിക്കൻ ഉണ്ടല്ലോ, കാണുമ്പോൾ നല്ല ഭംഗിയാണെങ്കിലും ഒരു വൺ ടൈം ട്രൈ ചെയ്യാം. എല്ലാ ഐറ്റവും ഞങ്ങൾ ഒന്ന് വീതം വാങ്ങിച്ച് ട്രൈ ചെയ്തു. അതായിരുന്നു നമ്മുടെ ആരോഗ്യത്തിനും വയറിനും ഏറ്റവും നല്ലത്. യാത്രകളിൽ ആ നാട്ടിലെ ഭക്ഷണം വാങ്ങി കഴിക്കുക എന്നത് ഞങ്ങളുടെ ഒരു ശീലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നും മിസ്സാക്കിയൊന്നുമില്ല. തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് മുഹമ്മദ് ഖാ സർബത്തായിരുന്നു. കൂടെ ഞങ്ങളുടെ താടി ലസ്സിയും. ലസ്സിക്കൊപ്പം കിട്ടിയ താടിയായിരുന്നു അതിന് കാരണം.